കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. 2047ഓടുകൂടി വികസിത ഭാരതം എന്ന ലക്ഷ്യം സാധ്യമാകുമെന്ന് വ്യക്തമാക്കിയാണ് ധനമന്ത്രി പല ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചു തുടങ്ങിയത്. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കിയെന്നും ധനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി ഈയടുത്ത് പ്രഖ്യാപിച്ച പുരപ്പുറ സോളാർ പദ്ധതിയിലൂടെ 1 കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായി ലഭിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വീടുകളുടെ മുകളിൽ സ്ഥാപിക്കുന്ന സോളാർ പാനലുകളിലൂടെ വൈദ്യുതി വീടുകൾക്ക് ലഭിക്കുന്ന ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്ന വിധവും ഈ പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങളും അടുത്ത ദിവസങ്ങളിൽ തന്നെ ലഭ്യമാകും. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ രാജ്യത്ത് 5 വർഷത്തിനുള്ളിൽ 2 കോടി വീടുകൾ കൂടി സാധ്യമാകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 3 കോടി വീടുകൾ ആവാസ് യോജനയിലൂടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ലൈഫ് മിഷൻ പദ്ധതി നടപ്പാക്കുന്നത് ആവാസ് യോജനയുടെ ഫണ്ട് കൂടി ഉപയോഗിച്ചാണ്. അതിനാൽ കേരളത്തിലും ഇതിന്റെ നേട്ടം ലഭിക്കും. ലൈഫ് മിഷന് കൂടുതൽ ഫണ്ട് ലഭിക്കാനും ഇടയാക്കും. ഫണ്ടില്ലാത്തതിനാൽ കേരളത്തിന്റെ ലൈഫ് മിഷൻ പദ്ധതി ഏതാണ്ട് സ്തംഭനാവസ്ഥയിലാണ്. ബജറ്റിൽ ഇടത്തരക്കാർക്ക് പ്രത്യേകിച്ചും വാടക വീടുകളിൽ കഴിയുന്നവർക്കും ഭൂരേഖകളില്ലാത്തവർക്കുമൊക്കെയായി ഒരു ഭവന വായ്പാ പദ്ധതി കൂടി ഈ വർഷം ഉണ്ടാകും. എല്ലാവരും പ്രതീക്ഷിച്ച ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ആശാവർക്കർമാരെയും അംഗൻവാടി ജീവനക്കാരെയും ഉൾപ്പെടുത്തുമെന്ന് പുതിയ ബജറ്റിലുണ്ട്. എന്നാൽ ആയുഷ്മാൻ ഭാരതിന്റെ നിലവിലെ ആനുകൂല്യമായ 5 ലക്ഷം രൂപ വരെയുള്ള കുടുംബാരോഗ്യ ഇൻഷുറൻസിന്റെ തുക വർദ്ധിപ്പിച്ചിട്ടില്ല. 5 ലക്ഷം എന്ന പരിധി ഉയർത്തുമെന്ന വാർത്തകളുണ്ടായിരുന്നുവെങ്കിലും ബജറ്റിൽ അതുണ്ടായില്ല. അതുപോലെ തന്നെ വ്യാപകമായ പ്രചാരണമുണ്ടായത് PM കിസാൻ നിധി തുക നിലവിലെ 6000-ൽ നിന്ന് 8000 അല്ലെങ്കിൽ 9000 രൂപയാക്കി ഉയർത്തുമെന്നതാണ്. സ്ത്രീ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ തുകയെത്തുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിലെ 6000 രൂപയിൽ നിന്നും തുക ഒന്നും തന്നെ പുതിയ ബജറ്റിൽ കൂട്ടിയിട്ടില്ല. രാജ്യത്തെ കൂടുതൽ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. നിലവിലുള്ള ആശുപത്രി അടിസ്ഥാന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി കൂടുതൽ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുവാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. ആദായ നികുതി അടക്കുന്ന ജനങ്ങൾ കാത്തിരുന്നത് ആദായ നികുതി പരിധിയിൽ വർധന ഉണ്ടാകുമോ എന്നതായിരുന്നു. എന്നാൽ നിലവിലുള്ള ആദായ നികുതി പരിധിയിൽ യാതൊരു മാറ്റവും ധനമന്ത്രി ബജറ്റിൽ വരുത്തിയിട്ടില്ല. നിലവിലുള്ള നിരക്കുകൾ തന്നെ തുടരും. ഇറക്കുമതി തീരുവകളിലും മാറ്റമില്ല. സ്വയം സഹായ സംഘങ്ങളിൽ 9 കോടി വനിതകൾക്ക് സഹായം നൽകാനുള്ള പദ്ധതി തുടരും. വന്ദേ ഭാരത് നിലവാരത്തിൽ 40,000 ബോഗികൾ അവതരിപ്പിക്കുമെന്നൊക്കെയാണ് പ്രധാനമായും പ്രഖ്യാപനങ്ങൾ. ഇതൊരു ഇടക്കാല ബജറ്റാണെന്ന കാര്യം ശ്രദ്ധിക്കുക. ജൂലൈയിൽ ലോക്സഭാ ഇലക്ഷന് ശേഷം വരുന്ന സർക്കാർ സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കും. ഒരു ഇലക്ഷൻ കാല കേന്ദ്ര ബജറ്റിൽ ഒട്ടേറെ ജനപ്രിയ നടപടികൾ ഉണ്ടാകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിച്ചത്. PM കിസാൻ ആനുകൂല്യം ഉയർത്തൽ, ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് തുക ഉയർത്തലും കൂടുതൽ പേരെ ചേർക്കലും ആദായ നികുതി പരിധി ഉയർത്തൽ എന്നിവയൊക്കെ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അവയൊന്നും ഉണ്ടായില്ല. വീണ്ടും ഭരണത്തിലേക്കെത്തുമെന്ന കേന്ദ്ര സർക്കാരിന്റെ വിശ്വാസമാണ് ഇങ്ങനെയുള്ള ബജറ്റിന് ഇടയാക്കിയതെന്നാണ് മാധ്യമങ്ങളുടെ വിലയിരുത്തൽ.